ദിലീപ്, നമ്മളെ സംബന്ധിച്ച് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിലെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു എന്നതാണ്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് കൈമാറണമെന്നും അതിനുശേഷം ആ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് DGPക്ക് കൈമാറണം. തുടർന്ന് DGP ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഏതൊക്കെ കേസുകളിൽ അന്വേഷണം വേണം, എങ്ങനെയാണ് അന്വേഷണം വേണ്ടതെന്ന കാര്യം അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ കോടതി DGPയെ കൂടി കക്ഷിയാക്കിയാണ് ഈ കേസിലെ തുടരന്വേഷണം കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുഴുവൻ കള്ളന്മാരിലേക്കും ഈ അന്വേഷണം എത്തുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് നമുക്ക് കരുതാം, അല്ലേ ദിലീപ്? ഗോപികൃഷ്ണൻ, ആ നിലയിൽ തന്നെ കരുതാം. കാരണം ഇത്രയും വലിയ കവർച്ചയാണ് അല്ലെങ്കിൽ കൊള്ളയാണ് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയും എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ കോടതിക്ക് നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കണം. ആ നിലയിലുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇക്കാര്യത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ ഈ തട്ടിപ്പിൽ ആരൊക്കെയാണ് പങ്കാളികൾ എന്ന കാര്യം കൂടിയാണ് അറിയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു പേര് ഇപ്പോഴുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്, അത് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ? ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കത്തക്ക വിധം അവിടെ ഒരു സൂപ്പർ പവർ സെന്റേഴ്സായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണ്? ശബരിമലയെ ഇങ്ങനെ ഈ നിലയിൽ ധനസമാഹരണത്തിന് വേദിയാക്കിയവർ ആരൊക്കെയാണ്? ആ നിലയിൽ അവിടെ നിന്നുള്ള ഈ സ്വർണം അടിച്ചുകൊണ്ടു പോകുന്നവർ, അവിടെ ശബരിമലയിൽ അയ്യപ്പന് സമർപ്പിക്കുന്ന കാണിക്കകൾ, അതിലൊക്കെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ അവിടെ പ്രത്യേകമായി സവിശേഷമായി വലിയ ധനാഢ്യർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകിക്കൊണ്ട് അവരെ മുൻനിരയിലൊക്കെ ദർശനത്തിന് കൊണ്ടുവരുന്നുണ്ടോ, പണം ഈടാക്കുന്നുണ്ടോ? ഈ കാര്യത്തിലൊക്കെ അതൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ശബരിമലയെ അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും കേന്ദ്രമാക്കിയവർ, അവർ ഇപ്പോൾ നടത്തുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.